ഇതെങ്ങനെ അവരുടെ കയ്യിൽ കിട്ടിയ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊന്ന കേസിന് ഞാനകത്താവില്ലേ? അതാ. നീ അധികം ഡയലോഗ് അടിക്കാതെ ഓതന്റിക്കിട്ടാ പപ്പ. വരുന്നില്ലല്ലോ. അയ്യോ, ഇത് സാമിന്റെ ലാപ്ടോപ്പാ. ലാപ്പ് മാറിയോ? ബായ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ പോയി ലാപ്ടോപ്പ് എടുത്തിട്ട് വിളിക്കാം. വാടാ ജീവ. ആ ഷെയർ ആദ്യം ഇത് കഴിയട്ടെ, ആദ്യം നോക്കിക്കോളാം. ഓയ്, ഇവനോടല്ലേ? ഞാൻ അയ്യേ, ഇതൊക്കെ ആരെങ്കിലും ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കൂ? ഞാനായിരുന്നു പ്രിയ കല്യാണം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. അല്ല, ഇഷേ, പ്രിയപ്പെട്ട ഇഷേ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതേപോലത്തെ ഡിസ്കമ്പി പ്രതിമയൊന്നുമല്ല. നല്ല ഉഗ്രം ഗിഫ്റ്റ് ഞാൻ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും. അത് വിട്, നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ? അതല്ലേ, നീ പോയതിനു ശേഷം നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടണ്ടേ? എന്തോ, നീ എന്നെ പ്രേമിച്ചോണ്ടിരുന്ന കാലം മുതൽ അറ്റ് ദ ടൈം നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ ഹലോ ഹലോ, എടി ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഓർമ്മയുണ്ടത്ര. ഹലോ, എവിടെയാ? ഞാൻ അവന്റെ ഫ്ലാറ്റില്. സോ ഫാസ്റ്റ്. നിന്റെ കാട്ടുകോഴി എന്ത് പറയുന്നു? കൊത്തി തുടങ്ങിയോ? അളിയനൊന്ന് എറിഞ്ഞ് നോക്കി വല്ല നടക്കുമെന്നറിയാൻ, ഇൻഡയറക്ട്ലി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നടക്കില്ല എന്ന് പറഞ്ഞു, അല്ലാണ്ട് എന്ത് പറയാൻ? നടക്കൂലെന്ന് പറഞ്ഞാ നടക്കും. ഫീമെയിൽ സൈക്കോളജി ആയിരുന്നല്ലോ. എന്താടാ? അതെ, ഒരു 5 മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കും. ഞാനിപ്പോ ഒരു അർജന്റായിട്ടൊരു സാധനം മേടിക്കാണ്ട്. അപ്പൊ നമുക്ക് പോകണ്ടേ സാം? ഇവിടെ ഇരിക്കിവിടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് പോരാ. പോയ വേഗം. ഒരേപോലത്തെ 2 ലാപ്ടോപ്പ് എല്ലാവർക്കും മാറിപ്പോ. പിന്നെ എല്ലാരും പണിതല്ലേ, നീ മിണ്ടായി ഇടും. ഇത് പിടിച്ചേ, ഇത് എവിടെ ഉണ്ടോ നോക്കി. അവിടെ നോക്കണേ. ഇവിടെ ഒന്നും ഇല്ലടാ. കിട്ടിടാടാ. എവിടെ? അവിടെ റൂമിലുണ്ടായി. നീ വേഗം നോക്കി. ഒന്നാമത് സമയമില്ല. മേട്ടാവൻ പുറത്തിറങ്ങിയ അപ്പം പൊക്കിക്കോണം. അനിയനാന്ന് പറഞ്ഞ് നേരെ അങ്ങ് ചെന്നാലേ അവൻ വിശ്വസിക്കൂ. അതിന് അവന്റെ സമ്മതമായിട്ട് ചോദിക്കുന്നു. നിങ്ങൾ അവനെ പൊക്കിയെടുത്ത് അച്ഛന്റെ മുമ്പിൽ ഇട്ട് കൊടുക്ക്. ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലോ. ശരിയാന്നേൽ നീ മുത്താണ്. ഈ ബബീഷേട്ടൻ നിനക്ക് ചങ്ക് പറിച്ചു തരും. ഇനി ശരിയല്ലെങ്കിൽ നിന്റെ നട്ടല്ലേ ഊരും. എന്ന് പിടിച്ചേ. മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നലെ നമ്മുടെ ഫ്ലാറ്റിൽ കയറി തല്ലാൻ വന്നവരാരാ? അതിപ്പം എന്താ ആലോചിക്കാൻ? രാവിലെ ദിവസം വിളിച്ചല്ലേ. നമ്മളെ കൊണ്ട് കൊള്ളില്ലാത്തതുകൊണ്ട് പുള്ളി വേറെ ആളിറക്കിയിട്ടുണ്ടാവും. ഇതിനൊരു തീരുമാനമാവുന്ന വരെ ജോസേന്റെ കൊണ്ടുകളിൽ നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്റെ മൂക്കടിച്ച് പൊളിച്ച് തന്നെ ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? ഓ, ആയാലും വലിയ കാര്യമൊന്നുമില്ല. ചേട്ടാ, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമായി പോയി, അതുകൊണ്ട് ഞാൻ വിട്ട്. ഫസ്റ്റ് നമുക്ക് ചെറുക്കൻ അച്ഛൻ്റെ അടുത്ത് എത്തിക്കാം, ബാക്കിയൊക്കെ പിന്നെ.